തിരുവനന്തപുരത്ത് ഇ.ഡി. റെയ്ഡിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്ത CPM പ്രവർത്തകർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. പോലീസിന്റെയും ഇ.ഡിയുടെയും ശക്തമായ എതിർപ്പ് തള്ളിയാണ് 9 പേർക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതികൾക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തിയ പോലീസ് നടപടിയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ന്യൂൺ റൗണ്ടപ്പിൽ ഈ റിപ്പോർട്ടാണ് അവസാനമായി കാണുന്നത്. അതിനുശേഷം ഷമി പ്രഭാകരത്തും 2 മണി വാർത്തകളുമായി. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെ ഇ.ഡി. റെയ്ഡിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിനെതിരെ എടുത്ത കേസിലാണ് ജാമ്യം. ഹൈക്കോടതിയെ സമീപിച്ച 9 പേർക്കും ജാമ്യം ലഭിച്ചു. പോലീസ് ചുമത്തിയ വധശ്രമ കുറ്റം നിലനിൽക്കില്ലെന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ പരുക്കു ഗുരുതരമല്ല. പ്രതികൾ 67 ദിവസം കസ്റ്റഡിയിലുണ്ടായിരുന്നിട്ടും ആക്രമണത്തിന് ഉപയോഗിച്ചു എന്ന് പോലീസ് പറയുന്ന ആയുധം കണ്ടെത്താനായില്ല. പിന്നെ എന്തിനു പ്രതികൾ കസ്റ്റഡിയിൽ തുടരണമെന്ന് ഹൈക്കോടതി ചോദിച്ചു. തുടർന്നാണ് ഹൈക്കോടതി സമീപിച്ച 9 പേർക്കും കോടതി ജാമ്യം അനുവദിച്ചത്. അന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി പ്രതികളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലെന്ന് കോടതി വ്യക്തമാക്കി. പ്രതികൾ കന്റോൺമെന്റ് AC മുമ്പാകെ ഹാജരാകണമെന്നും ജാമ്യവ്യവസ്ഥയായി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അറസ്റ്റിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നായിരുന്നു പ്രതി ചേർക്കപ്പെട്ട CPIM പ്രവർത്തകരുടെ വാദം. അറസ്റ്റിനുള്ള കാരണം പോലീസ് അറിയിക്കുകയോ തിരിച്ചറിയലിനാവശ്യമായ നടപടിക്രമങ്ങൾ പാലിക്കുകയോ ചെയ്തില്ല. മാധ്യമ ചിത്രങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലുള്ള അറസ്റ്റ് നിയമപരമല്ലെന്നും പ്രതി ചേർക്കപ്പെട്ടവർ വാദിച്ചു. നേരത്തെ ചുമത്തിയ കുറ്റങ്ങൾ രാഷ്ട്രീയ സമരങ്ങളുടെ പേരിലാണെന്നും പ്രതികൾ ചൂണ്ടിക്കാട്ടി. എന്നാൽ ജാമ്യാപേക്ഷയെ പോലീസും ഇ.ഡിയും ശക്തമായി എതിർത്തു. വധശ്രമമായിരുന്നുവെന്ന ഇ.ഡി ഉദ്യോഗസ്ഥരുടെ വാദം കോടതി അംഗീകരിച്ചില്ല. കൈരളി ന്യൂസ്, കൊച്ചി.